പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും പ്രഭാതവന്ദനം. 2 ദിനവൃത്താന്തം 8-ാം അധ്യായം 16-ാം വാക്യം. യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമിട്ട നാൾ മുതൽ അത് തീരും വരെ ശലോമോന്റെ പ്രവൃത്തിയൊക്കെ സാധ്യമായി വന്നു. അങ്ങനെ യഹോവയുടെ ആലയം പണിത് തീർത്തു. ശലോമോൻ പണിത ആലയത്തിന് അടിസ്ഥാനമിട്ട നാൾ മുതൽ അത് തീരുന്നത് വരെ ശലോമോന്റെ എല്ലാ പ്രവൃത്തികളും സാധിച്ചുകൊണ്ടിരുന്നു. ഒരു മുടക്കവും വന്നില്ല. മുടക്കം വരാതെ തന്നെ ആലയം പണി തീർത്തു. നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എത്ര നല്ലതാണല്ലേ. ഒരു പ്രവൃത്തി ആരംഭിച്ചാൽ അത് തീരുന്നത് വരെ എല്ലാ കാര്യങ്ങളും സാധിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ആ പണി പൂർത്തീകരിക്കുക. ഒരു തടസ്സവുമില്ലാതെ സുഗമമായ നിലയിൽ കാര്യങ്ങൾ നടക്കുന്നതിനേക്കാൾ ശുഭകരമായത്, ശ്രേഷ്ഠമായത് മറ്റെന്താണുള്ളത്? ശലോമോന്റെ ജീവിതത്തിൽ ദൈവം അങ്ങനെ ചെയ്തു. അതിന് കാരണമുണ്ട്. 8-ാം അധ്യായം 12-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ മോശയുടെ കൽപ്പന പ്രകാരമൊക്കെ ശലോമോൻ കാര്യങ്ങൾ ചെയ്തു വന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. മോശയിലൂടെയാണ് ദൈവം ആരാധനയെക്കുറിച്ചും യാഗങ്ങളെക്കുറിച്ചും പെരുന്നാളുകളെക്കുറിച്ചും ഒക്കെയുള്ള കൽപ്പന നൽകുന്നത്. ശലോമോൻ അതുപോലെ തന്നെ ചെയ്തു. അടുത്തത്, തൻ്റെ അപ്പനായ ദാവീദിൻ്റെ നിയമപ്രകാരം ഓരോ പ്രവൃത്തികൾക്കും ആളുകളെ നിയമിച്ചു. അവിടെ തൻ്റെ ഇഷ്ടങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ ശലോമോൻ പ്രാധാന്യം കൊടുത്തില്ല. തൻ്റെ പിതാവായ ദാവീദിൻ്റെ നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. മാത്രമല്ല, അടുത്ത വാക്യം 15-ാം വാക്യത്തിൽ വായിക്കുന്നത്, യാതൊരു കാര്യത്തിലും ഭണ്ഡാരത്തെ സംബന്ധിച്ചും പുരോഹിതന്മാരോടും ലേവ്യരോടും ഉണ്ടായ രാജകൽപ്പന അവർ വിട്ടുമാറിയില്ല. ആ രാജകൽപ്പന ദൈവപുരുഷനായ ദാവീദിൻ്റെ കൽപ്പനയായിരുന്നു. ഒന്നും വിട്ടുമാറാതെ ശലോമോനും പുരോഹിതന്മാരും ലേവ്യരും ഒക്കെ പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് കാര്യങ്ങൾ സാധ്യമായി വന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും കാര്യങ്ങൾ സാധ്യമായി വരണമെങ്കിൽ നാം പാലിക്കേണ്ട കുറേ ക്രമങ്ങളുണ്ട്. ദൈവം മോശയിലൂടെ കൽപ്പിച്ച കൽപ്പനപ്രകാരം, ദാവീദിനോടുള്ള ദാവീദ് കൽപ്പിച്ച നിയമപ്രകാരം, ദാവീദിൻ്റെ കൽപ്പനപ്രകാരം അതൊന്നും വിട്ടുമാറാതെ നടന്നതുകൊണ്ടാണ് ശലോമോന് കാര്യങ്ങളൊക്കെ സാധ്യമായി വന്നത്. അതാണ് അവൻ്റെ വിജയത്തിൻ്റെ രഹസ്യവും. നമ്മുടെയും ജീവിത വഴികളിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും ദൈവകൽപ്പനയ്ക്കും ദൈവവുമായി ബന്ധപ്പെട്ട് ദൈവപുരുഷന്മാരുടെ കൽപ്പനകൾക്കും കീഴടങ്ങി മുന്നോട്ട് പോകുവാൻ തയ്യാറുണ്ട് എങ്കിൽ നമ്മുടെ കാര്യങ്ങളും സാധ്യമായി വരും. ഒന്നും നിഷ്ഫലമായി മാറിപ്പോവുകയില്ല. പണി പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിയും. കാരണം സകലത്തിൻ്റെയും ആരംഭവും സകലത്തെയും തുടരുന്നതും സകലത്തെയും അവസാനിപ്പിക്കുന്നതും ദൈവമാകുന്നു. ആകയാൽ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ എല്ലാം സാധ്യമായി വരും.
സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങയുടെ ഹിതപ്രകാരം, അങ്ങയുടെ കൽപ്പന പ്രകാരം നടന്ന് കാര്യങ്ങൾ സാധ്യമായി വരുവാനും അവരുടെ പണികൾ പൂർത്തീകരണത്തിലേക്ക് നടത്തപ്പെടാനും ഇടവരുത്തണമേ. അങ്ങയുടെ സഹിതം തരുന്ന ശുഭത ഈ ദിവസം അവർ അനുഭവിക്കട്ടെ. എല്ലാ മഹത്വവും അങ്ങേക്ക് വരയണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.